വിശിഷ്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ, ദൈവദാസൻ കുടുംബം, പ്രിയ ഷായിച്ചാൻ കുടുംബം, ആദ്യമായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തും ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവിന്റെ വചനവുമായി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവമായ കർത്താവ് നൽകുന്ന ഈ ധന്യ നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. കർത്താവിന്റെ തൃപ്പാദത്തിൽ ഇരിക്കുക, കർത്താവിൽ നിന്ന് കേൾക്കുക, കർത്താവിന്റെ വചനം ധ്യാനിക്കുക. ഇത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായ നിമിഷങ്ങളാണ്. കർത്താവിന്റെ പാദപീഠത്തിലായിരുന്ന മറിയ, കർത്താവിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന മറിയ ആയിരുന്നല്ലോ കർത്താവ് അഭിനന്ദിച്ചത് പോലും. അതെ, നാം ദൈവത്തിൽ നിന്ന് കേൾക്കുക, ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ മുമ്പാകെയും പ്രസാദകരമായിട്ടുള്ള കാര്യമാണ്. അതെ, ഈ പ്രഭാതത്തിലും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ ധ്വനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്തും ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. അനേക വിഷയങ്ങൾ കൊണ്ട് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞ നാളുകളിൽ നമ്മെ സഹായിച്ചു. ദൈവമായ കർത്താവ് തുടർന്നും ഈ പ്രവർത്തനങ്ങളെ, ഈ മൂവിനെ അമ്മേ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കൂടുതൽ വാക്കുകൾ മുഖപരം എന്ന നിലയിൽ പറയാതെ തന്നെ ദൈവ വചന ധ്യാനത്തിന് വേണ്ടി അമ്മേന് സമയം നമുക്ക് വേർതിരിക്കാം. പ്രഭാതമായതുകൊണ്ട് ഒരു പ്രസംഗം എന്നതിനേക്കാൾ ഉപരിയായി ശാന്തമായി അല്പ ദൈവ വചനങ്ങൾ നമുക്ക് ധ്യാനിപ്പാൻ വേണ്ടി ഞാൻ സമയം വേർതിരിക്കുകയാണ്. അമ്മേൻ കർത്താവ് ഹൃദയത്തിൽ നൽകിയ ചില വാക്യങ്ങൾ ഈ പ്രഭാതത്തിൽ പങ്കുവെക്കുവാൻ അമ്മേന് ആഗ്രഹിക്കുന്നു. അമ്മേൻ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവത്തിന്റെ വചനം കേൾക്കാം. ഇതൊരു പ്രസംഗമായിട്ട് ചിന്തിക്കല്ലേ, മറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ചില വചനങ്ങൾ, അത് കർത്താവിലേക്ക് കൂടുതലായി നമ്മെ അടുപ്പിക്കുന്നതിന് മുഖാന്തരമായി തീരുവാൻ, ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായും നമ്മളെ കുറിച്ചുള്ളത് മനസ്സിലാക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരിക്കൽ കൂടി എന്നെയും ദൈവമുമ്പാകെ വിനയപ്പെടുത്തിക്കൊണ്ട്, ആമേൻ, ദൈവജനത്തിന് മുമ്പാകെ, ദൈവദാസന്മാരുടെ മുമ്പാകെ വിനയപ്പെടുത്തിക്കൊണ്ട് ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഒരു വാക്കും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഞങ്ങൾ അല്പനിമിഷങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കട്ടെ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഈ നാളുകളിൽ ഞങ്ങൾക്ക് അങ്ങേ പ്രസാദിപ്പിച്ചും അങ്ങേ സ്നേഹിച്ചും ജീവിപ്പാൻ ആവശ്യമായ കൃപ അവിടെ ഞങ്ങൾക്ക് നൽകുന്നല്ലോ. തുടർന്നും കർത്താവിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ അല്പ നിമിഷങ്ങൾ ദൈവവചനം നമ്മൾ ചിന്തിപ്പാൻ വേണ്ടി 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഞാൻ വായിപ്പാൻ താല്പര്യപ്പെടുന്നു. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഞാൻ വായിക്കുന്നു. ആ വാക്യം ഇങ്ങനെയാണ്, നമുക്ക് കാണാതറിയാവുന്ന വാക്യമാണെങ്കിലും ഞാൻ വായിക്കുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. വായിച്ച ദൈവ വചന ഭാഗത്തിനായി ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുക. ഈ 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. പുതിയ നിയമത്തിലെ തന്നെ ഏറ്റവും വില ഏറിയ വാക്യങ്ങളിൽ ഒന്നായി ആ വാക്യത്തെ നമുക്ക് പരിഗണിക്കാം. കാര്യം, നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന, അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന വേദവാക്യമാണ്. ആ വാക്യം അല്പനിമിഷം നമ്മൾ ധ്യാനിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു വാക്യം കൂടി എന്റെ ഹൃദയത്തിൽ കടന്നു വന്നത് ഞാൻ വായിച്ചു കൊള്ളുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 115-ാം സങ്കീർത്തനം 9-10 വാക്യങ്ങളും കൂടി ഞാൻ വായിക്കുന്നു. ആ വാക്യം ഇങ്ങനെയാണ്: ഇസ്രായേലെ, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയവുമാകുന്നു. അഹ്റോൻ ഗൃഹമേ, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയവുമാകുന്നു. യഹോവ ഭക്തന്മാരെ, യഹോവയിൽ ആശ്രയിപ്പീൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. ദൈവം നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹ്റോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. വായിച്ച ദൈവ വചനങ്ങൾക്കായി ഞാൻ കർത്താവിന് മഹത്വമർപ്പിക്കുന്നു. സങ്കീർത്തനത്തിൽ തന്നെ ആമേൻ ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. 115-ാം സങ്കീർത്തനം ഇവിടെ 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ വായിച്ചത്: ഇസ്രായേലെ, യഹോവയിൽ ആശ്രയിക്കുക. അടുത്ത വാക്യം: അഹ്റോൻ ഗൃഹമേ, യഹോവയിൽ ആശ്രയിക്കുക. അതിനടുത്ത വാക്യം: യഹോവ ഭക്തന്മാരെ, യഹോവയിൽ ആശ്രയിക്കുക. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കിവിടെ മനസ്സിലാകുന്നത്, വാക്യം 9-ൽ ഇസ്രായേൽ ഗൃഹമേ, ഇസ്രായേലെ, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു എന്ന് പറഞ്ഞിട്ട്
അടുത്ത വാക്യത്തിൽ അഹരോൻ ഗ്രഹമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇസ്രായേലിന്റെ പേര് പറഞ്ഞതിന് ശേഷം അടുത്ത വാക്യത്തിൽ സത്യത്തിൽ പറയേണ്ടത് ഇസ്രായേലിന്റെ ആദ്യത്തെ ഗോത്രത്തിന്റെ പേരല്ലേ പറയേണ്ടത്? രൂബേൻ ഗോത്രമേ അല്ലെങ്കിൽ രൂബേൻ ഗ്രഹമേ നിങ്ങൾ യഹോവയിൽ ആശ്രയിപ്പീൻ എന്നല്ലേ പറയേണ്ടത്? അല്ല, രൂബേന്റെ സ്വരം പേര് മാറിക്കഴിഞ്ഞാൽ അടുത്ത പേര് പറയേണ്ടത് ശിമയോൻ ഗോത്രമേ എന്നല്ലേ പറയേണ്ടത്? അതും പറഞ്ഞില്ല. പക്ഷെ ഇവിടെ ഇസ്രായേൽ എന്ന ആ പേര് പറഞ്ഞതിന് ശേഷം പിന്നീട് നേരിട്ട് പറഞ്ഞത് അഹ്റോൻ ഗ്രഹമേ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. 12-ാം വാക്യത്തിലും അതേ പ്രയോഗമാണ് ആവർത്തിക്കപ്പെടുന്നത്. ഇസ്രായേൽ ഗ്രഹത്തെ ദൈവം അനുഗ്രഹിക്കും, അഹ്റോൻ ഗ്രഹത്തെ ദൈവം അനുഗ്രഹിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഇസ്രായേലിന്റെ പേര് പറഞ്ഞതിന് ശേഷം പല ഗോത്രങ്ങളുടെ പേര് പറയാതെ നേരെ ദൈവത്തിന്റെ ആത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത് അഹ്റോൻ ഗ്രഹത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അർത്ഥാൽ അഹ്റോൻ ഗ്രഹത്തിന് പറയുന്നതിന് പകരവും അഹ്റോൻ നിൽക്കുന്ന ലേവി ഗോത്രത്തിന്റെ പേരായിരുന്നു പറയേണ്ടത്. അതും പറഞ്ഞില്ല. നോക്കണമേ, ഇസ്രായേലിന്റെ പേര് പറഞ്ഞതിന് ശേഷം ഇസ്രായേലിലെ ആദ്യത്തെ ഗോത്രം അല്ലെങ്കിൽ ആദ്യത്തെ ഗോത്രങ്ങളുടെ പേരും പറയാതെ ഈ അഹ്റോൻ നിൽക്കുന്ന ഗോത്രം, അതായത് ലേവി ഗോത്രം, ആ പേരും പറയാതെ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇവിടെ അഹ്റോന്റെ ഗ്രഹം, ഹൗസ് ഓഫ് ആരോൻ എന്ന് പറഞ്ഞിരിക്കുന്നു? അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഒരു കാരണം മാത്രം ഞാൻ വേഗത്തിൽ ചൂണ്ടിക്കാണിക്കാം. 106-ാം സങ്കീർത്തനം അതിന്റെ 16-ാം വാക്യത്തിൽ അതിന്റെ ഒരു റീസൺ നാം കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, 106-ാം സങ്കീർത്തനം അതിന്റെ 16-ാം വാക്യം, പാളയത്തിൽ വെച്ച് അവർ മോശയോടും, അടുത്ത പദം യഹോവയുടെ പാളയത്തിൽ വെച്ച് അവർ മോശയോടും, അടുത്ത പദപ്രയോഗം യഹോവയുടെ വിശുദ്ധനായ അഹ്റോനോടും അസൂയപ്പെട്ടു. നോക്കണമേ, 106-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ എടുത്തു പറയുമ്പോൾ, അഹ്റോന്റെ പേര് പറയുമ്പോൾ ഇങ്ങനെയാണ് ഒരു വിശേഷണം കൊടുത്തിരിക്കുന്നത്, യഹോവയുടെ വിശുദ്ധനായ അഹ്റോൻ. പദം കണ്ടോ? സ്വതം സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലേക്ക് വന്നപ്പോൾ, 106-ാം സങ്കീർത്തനത്തിൽ വന്നപ്പോൾ അഹ്റോനെ കേവലം അഹ്റോൻ എന്ന പേര് പറയുന്നതിന് പകരം ദൈവത്തിന്റെ ആത്മാവ് കുറിച്ചു വെച്ചിരിക്കുന്ന ആ വിശേഷണം കണ്ടോ? വിശുദ്ധനായ, യഹോവയുടെ വിശുദ്ധനായ അഹ്റോൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്ന് ഇത്രയും വാക്യങ്ങളെ ഒന്ന് അടുക്കി ഇങ്ങനെ പറഞ്ഞു വെക്കാം. സ്വതം 115-ാം സങ്കീർത്തനത്തിൽ ഇസ്രായേലെ യഹോവയിൽ ആശ്രയിപ്പീൻ എന്ന് പറഞ്ഞിട്ട് പല ഗോത്രങ്ങളുടെ പേരുകൾ വെട്ടി മാറ്റിയിട്ട് ഇവിടെ അഹ്റോന്റെ പേര് ചൂണ്ടിക്കാണിക്കുന്നതിന്റെ വൺ ഓഫ് ദ റീസൺസ്, ഒരു റീസൺ ആണ് സ്വതം ഇവിടുന്ന് ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിപ്പാൻ താല്പര്യപ്പെടുന്നത്. അത് മറ്റൊന്നുമല്ല, അഹ്റോൻ വിശുദ്ധനായത് കൊണ്ട് ദൈവം പല ഗോത്രങ്ങളുടെ പേര് വെട്ടിമാറ്റിയിട്ട് നേരെ അഹ്റോന്റെ ഗ്രഹത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവജനമേ, പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നാം വിശുദ്ധരായി തീരണമെന്നുള്ളതാണ്. സ്തോത്രം. അങ്ങനെ വിശുദ്ധിയിൽ നാം വളർന്നു വരുമ്പോൾ ആത്മീക സന്ദേശം കൂടി നാം മനസ്സിലാക്കണം. നോക്കണമേ, ഇസ്രായേൽ ഗ്രഹം, ഇസ്രായേലെ യഹോവയിൽ ആശ്രയിപ്പീൻ എന്ന് പറഞ്ഞിട്ട് മറ്റു പല ഗോത്രങ്ങളുടെയും പേര് പറയാതെ നേരെ അഹ്റോന്റെ ഗ്രഹം, അഹ്റോന്റെ കുടുംബത്തെ ഇവിടെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു വെക്കാം, നാം ദൈവത്തിനു വേണ്ടി ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന മേഖലയിൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിൽപ്പാൻ വേണ്ടി നാം ശ്രമിക്കുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മെ തപ്പി ഇറങ്ങി വരും. ഗൂഗിൾ മാപ്പ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ ഗൂഗിൾ മാപ്പ് ഇട്ട് നമ്മൾ എത്തേണ്ടടുത്ത് എത്തുന്നത് പോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വെക്കട്ടെ, ദൈവിക അനുഗ്രഹങ്ങളും
ഗൂഗിൾ മാപ്പ് തപ്പി വരുന്നത് പോലെ നമ്മുടെ വീട്ടിലേക്ക് വരുമെന്ന്. സ്തോത്രം. ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് കുറുക്കു വഴികളില്ല എന്ന് ഒന്നും കൂടി ഓർപ്പിക്കട്ടെ. നാം ദൈവത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ, ദൈവിക വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമെങ്കിൽ ദൈവിക അനുഗ്രഹങ്ങളും നമ്മളുടെ അടുക്കിലേക്ക് ഒഴുകി വരും. പലരും എന്നോട് ചോദിക്കുന്ന, പാസ്റ്റർമാരായ ഞങ്ങളോട് ചോദിക്കുന്ന, ദൈവമക്കളായ നമ്മളോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: അനുഗ്രഹം പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? എന്റെ ഗ്രഹം, എന്റെ കുടുംബം അനുഗ്രഹം പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ സ്തോത്രം, കുടുംബം അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി ഒരുങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ വചനങ്ങൾ കുറിച്ചിട്ടുകൊള്ളുക. സ്തോത്രം. നാം വിശുദ്ധിയിൽ വളരുമ്പോൾ, നാം വിശുദ്ധിയെ സ്വാഗതം ചെയ്യുമ്പോൾ, അങ്ങനെ പറയട്ടെ, വിശുദ്ധിയെ സ്വാഗതം ചെയ്യുമ്പോൾ, വിശുദ്ധി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ദൈവിക അന്യതാണ്. 1 പത്രോസ് 1:16 പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദൂത്. ദൈവം വിശുദ്ധനാകയാൽ നാം ദൈവം വിശുദ്ധി സ്വതം ഒരുപാട് വാക്യങ്ങളിൽ, അല്ല, ഓരോ വാക്യങ്ങളിലും പരിശുദ്ധാത്മാവ് കുറിച്ചു വെച്ചിരിക്കുന്ന വാക്കുകളെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധിയെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് കിട്ടുമല്ലോ. അതെ, വിശുദ്ധി മാറ്റി വെച്ചുകൊണ്ട് വേറൊരു ജീവിത ശൈലി നമുക്ക് നന്നല്ല. ഈ കാലഘട്ടം, ഉത്തരാധുനിക കാലഘട്ടം ഒരു കോംപ്രമൈസിന്റെ കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന കാലഘട്ടമാണ് അത്. ഭൗതിക തലത്തിലും അല്ലെങ്കിൽ ലോകപരമായിട്ടുള്ള തലത്തിലും, എന്തിനേറെ ആത്മീക തലത്തിലും ഒരു കോംപ്രമൈസിന്റെ കാലഘട്ടമാണ്. എല്ലാരും അഡ്ജസ്റ്റ് ചെയ്ത് പോകുകയാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷേ നമുക്ക് ലോകത്തോടും ലോകത്തിന്റെ മോഹത്തോടും പാപത്തോടും സ്തോത്രം, പാപത്തിന്റെ സംവിധാനങ്ങളോടും നമുക്ക് കോംപ്രമൈസ് പറ്റുകയില്ല. കാര്യം വചനം വളരെ വ്യക്തമായിട്ടാ പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കളായ നമ്മൾ വിശുദ്ധിയിൽ തന്നെ ജീവിക്കുന്നവരായിരിക്കണം. നാം വിശുദ്ധിയിൽ തന്നെ ജീവിക്കുന്നവരായിരിക്കണം. ചില നല്ല നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികൾ വിചാരിക്കാറുണ്ട്, വിശുദ്ധിയുടെ മാനദണ്ഡം അല്ലെങ്കിൽ അളവുകോല്, ദ കാനോൻ, അത് ആരാണ്? അവർ വിചാരിക്കും അവരുടെ പാസ്റ്റർ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ മതിയെന്ന്. ചിലർ വിചാരിക്കും സെൻട്രൽ പാസ്റ്റർമാരെ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ മതിയെന്ന്. ചിലപ്പോൾ നമ്മുടെ ഇടയിൽ നന്നായി പ്രസംഗിക്കുന്ന ചില പ്രഭാഷകരെ നമുക്ക് ഇഷ്ടമാണ്. അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ജീവിത ശൈലി അനുസരിച്ച് ജീവിച്ചാൽ മതിയെന്ന്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഏത് മനുഷ്യനും സ്വതം മനുഷ്യനാണെങ്കിൽ അവരുടേതായ ബലഹീനതകളൊക്കെ കാണും. പക്ഷേ സ്വതം നമുക്ക് നോക്കുവാൻ ഒരു വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ അനുകരിപ്പാൻ പറ്റിയ ഒരു വ്യക്തി, അത് നമ്മുടെ കർത്താവ് തന്നെയാണ്. സ്വതം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവായിരിക്കട്ടെ നമ്മുടെ അളവുകോല് കർത്താവായിരിക്കട്ടെ. ആ കർത്താവ് എങ്ങനെയാണ്? നമ്മുടെ ദൈവം എങ്ങനെയാണ്? ആ ദൈവത്തിന്റെ ആ വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. സ്വതം അതിനുവേണ്ടി കൊതിക്കാം. ആ ശൈലിയിൽ ആ ദൈവത്തിന്റെ സ്വതം സ്വഭാവ സവിശേഷതകൾ നമ്മളിലേക്ക് പകർത്തുന്ന അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഞാൻ ചില വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു വെക്കട്ടെ. ദൈവത്തിന് വിശുദ്ധിയോടുള്ള ആറ്റിറ്റ്യൂഡ് ഞാൻ ഇന്ന് 3 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. സ്വതം പിതാവാം ദൈവത്തിനും പുത്രനായ ക്രിസ്തുവിനും പരിശുദ്ധാത്മാവിനും വിശുദ്ധിയെ കുറിച്ചുള്ള വിശുദ്ധിയോടുള്ള സ്വതം റെസ്പോൺസ് തിരുവചനത്തിൽ നിന്ന് ഞാൻ 1-2 വാക്യങ്ങളിലൂടെ പെട്ടെന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. എനിക്കറിയാം ചിലരൊക്കെ വചനങ്ങൾ കുറിച്ചിടുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. സ്വതം ഈ വാക്യങ്ങൾ കുറിച്ചിട്ടുകൊള്ളുക. ചിലപ്പോൾ ഈ വിശുദ്ധിയെ കുറിച്ചുള്ള ഒരു ചെറിയ ധ്യാനമായതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെയൊക്കെ ചിലപ്പോൾ സ്തോത്രം ചെയ്യാൻ ചിലപ്പോൾ പറ്റണമെന്ന് ഇല്ല. പക്ഷേ സ്വതം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ 2026-ന്റെ തുടക്കമല്ലേ നാം നിൽക്കുന്നത്, ഫെബ്രുവരി മാസം നിൽക്കുന്നത്.
പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുവാനുള്ള ചില വാക്യങ്ങൾ ആമേൻ എന്ന് പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഈ വാക്യങ്ങളെ ധ്യാനിക്കാം. പുറപ്പാട് ആവർത്തന പുസ്തകം 23-ാം അധ്യായം. ഞാൻ പറഞ്ഞ വാക്യം ഒന്നും കൂടി പറയുന്നു. The book of Deuteronomy chapter 23 verse 14. ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിലെ 14-ാം വാക്യം ഞാൻ ഇങ്ങനെ ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചെതിരുവാനും നിന്റെ പാളയത്തിൻ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടുമാറാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. ഇവിടെ ദൈവം സ്വന്തം സംസാരിക്കുന്ന വാക്കാണ്. മോശയിലൂടെ സംസാരിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം പാളയത്തിലൂടെ നടക്കുമ്പോൾ പാളയത്തിൽ വൃത്തികേട് കണ്ടിട്ട് ദൈവം അകന്നു പോകാതിരിപ്പാൻ പാളയം ശുദ്ധിയുള്ളതായി സൂക്ഷിക്കണമെന്നാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യത്തിന്റെ മുകളിൽ 2 വാക്യങ്ങൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനത് പരസ്യമായി ഇപ്പോൾ വായിക്കുന്നില്ല, നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് വായിച്ചാൽ മതി. അതായത് ബാഹ്യത്തിന് പോകുമ്പോൾ, അത്രയും ഈ പറഞ്ഞിരിക്കുന്ന ബൈബിളിൽ ആ പദം തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ഒരു പാറയുണ്ടായിരിക്കണം. സ്വരം. കാരണം ബാഹ്യത്തിന് പോയതിന് ശേഷം സ്വരം അഴുക്ക് നിങ്ങൾ മൂടിയിരിക്കണം. ഇതാണ് 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് താഴെ, നമ്മുടെ പാളയത്തിൽ ദൈവം വരുമ്പോൾ വൃത്തികേട് കണ്ടിട്ട് മാറിപ്പോകാതിരിപ്പാൻ പാളയം ശുദ്ധിയോടെ സൂക്ഷിക്കണം. നോക്കണമേ, ഈ വാക്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഇത് ക്യാമ്പസ് ഒക്കെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണമെന്നൊരു ആശയം കൂടി അതിനകത്തുണ്ട്. ഞാനിപ്പോ അങ്ങോട്ട് കിടക്കുന്നില്ല. പക്ഷെ ആ ദൈവത്തിന്റെ ആ ശുദ്ധിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കിവിടെ കാണാൻ സാധിക്കുമല്ലോ. ഇത് ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളാ പറഞ്ഞിരിക്കുന്നെങ്കിൽ പോലും ഒരു ആത്മിക സത്യം മനസ്സിലാക്കാനുണ്ട്. ദൈവത്തിന് അശുദ്ധിയോട് ഒരു ബന്ധമില്ല. നോക്കണമേ, ദൈവത്തിന് അശുദ്ധമായ കാര്യങ്ങളെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന സത്യം നാം മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ നമ്മളിൽ പോലും അല്പം പോലും അശുദ്ധിയുടെ ഒരംശം പോലും കാണാതിരിപ്പാൻ വേണ്ടി നമ്മൾ ഒരുങ്ങാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുക. സ്തോത്രം. ശ്രദ്ധിക്കണമേ, നമ്മൾ സ്വതം അല്പം പോലും അശുദ്ധിയോട് അടുപ്പമുള്ളവരായിരിക്കരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ വാക്യം ശ്രദ്ധിച്ച് ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകും. എനിക്കറിയാം, പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് കൃത്യമായി സംസാരിക്കുന്നുണ്ട്. സ്വതം. അതേ പ്രഭാതത്തിൽ നമ്മളോട് കർത്താവിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, അശുദ്ധിയോട് ഒരു അടുപ്പവും നമുക്ക് വേണ്ട. 2, ഞാന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം കൂടി വായിച്ചു കേൾപ്പിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ ആത്മാവ് അവനെ വിട്ടുമാറി. ശ്രദ്ധിക്കണം, ഈ വാക്യം നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ എടുത്തു വായിച്ചാൽ അത്രത്തോളം സമയം പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് എന്റെ മനസ്സിലുള്ളതുപോലെ വാക്യങ്ങൾ ഞാൻ ചെറുതായിട്ട് അങ്ങ് പറഞ്ഞു പോകുകയാ. ഒന്ന് ശ്രദ്ധിക്കണമേ, യഹോവയുടെ ആത്മാവ് അവനെ വിട്ടുമാറി. ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 16 വേഴ്സ് 14. 1 ശമൂവേലിന്റെ പുസ്തകം 16-14 നാം അങ്ങനെ വായിക്കുക. ഇത് ശൗലിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് അവനെ വിട്ടുമാറി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഈ പറഞ്ഞിരിക്കുന്ന ശൗൽ? 1 ശമൂവേൽ 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു, ശമൂവേൽ പ്രവാചകൻ ശൗലിനെ അനോയിന്റ് ചെയ്തു എന്നാ വായിക്കുന്നത്. അതായത് ശൗൽ അഭിഷേകം പ്രാപിച്ചവനാണ്, അഭിഷിക്തനാണ്. രാജാവായിട്ടുള്ള അഭിഷേകം അവന്റെ ശിരസിന്മേൽ വീണതാണ്. ഈ 10-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുന്നു, അന്ന് മുതൽ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു എന്ന് വായിക്കുന്നു. അർത്ഥം എന്താണ്? അഭിഷിക്തനാണ് ശൗൽ എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മ നിവാസം ഉള്ളവനാണ് ഈ ശൗൽ. 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുന്നു,
ദൈവം അവനൊരു പുതിയ ഹൃദയം കൊടുത്തെന്ന്. ആ പദത്തിന്റെ അവൻ ആഴം മനസ്സിലായോ? ദ ലോർഡ് ഹാസ് ഗിവൻ ഹിം എ ന്യൂ ഹാർട്ട്. അവന് പുതിയ ഹൃദയം കൊടുത്തെന്ന്. പുതിയ നിയമത്തിൽ പുതിയ നിയമ ഉപദേശത്തിൽ നമുക്കറിയാം, രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് നമുക്കൊരു പുതിയ ഹൃദയം നൽകി. അതുപോലെ തന്നെ സുഖം ഇവിടെ ഇതാ ശൗലിനും ദൈവം ഒരു പുതിയ ഹൃദയം കൊടുത്തു എന്ന്. മാത്രമല്ല 10-ാം വാക്യം വായിക്കുമ്പോൾ ഈ ശൗൽ പ്രവചിക്കുന്നതായി കാണാം. ഹല്ലേലൂയ! എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങൾ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. 10-10 ശൗൽ പ്രവചിക്കുക. ശൗലും പ്രവാചകഗണത്തിലോ എന്ന് ചോദിക്കുന്ന നിലയിൽ അതെ പ്രവാചന ശുശ്രൂഷയിലേക്കും തന്നെ ദൈവം കൊണ്ടെത്തിച്ചു. അടുത്ത വാക്യത്തിൽ വായിക്കുന്ന പ്രകാരമാണ് ഈ 11-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ശൗലിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്ന ശുശ്രൂഷകൾ നാം കാണുന്നുണ്ട്. 11-15 വായിക്കുന്നു, അമ്മോന്യരെ ശൗൽ തോൽപ്പിക്കുന്നു. ഈ 14-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ 47-ാം വാക്യത്തിൽ തന്റെ ചുറ്റുപാടുമുള്ള പല ജാതികളെയും തോൽപ്പിച്ച് അതെ വിജയത്തിന്റെ ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുന്ന ശൗലിനെയാണ് നാം കാണുന്നത്. 10-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ ഏകദേശം ഇങ്ങനെ ഗ്രാഫ് നാം കാണുമ്പോൾ ഒരു ഉയർച്ചയുടെ ഗ്രാഫാണ് കാണുന്നത്. വിജയത്തിന്റെ ഗ്രാഫാണ് നാം കാണുന്നത്. നന്മ, അനുഗ്രഹം, ആത്മീയത ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ 15-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ശൗലിനുണ്ടായ വീഴ്ചകൾ നാം കാണുന്നുണ്ട്. ദൈവത്തിന്റെ ആലോചനയെ തള്ളിക്കളഞ്ഞ അങ്ങനെ ഒരു വാക്ക് നാം കാണുന്നുണ്ട്. 15-ാം അധ്യായത്തിൽ സ്വതം ദൈവത്തിന്റെ ആലോചനയെ, വാക്യം 23, നീ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് ശമൂവേൽ പ്രവാചകൻ പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആലോചന തള്ളിക്കളഞ്ഞ് ദൈവം പറഞ്ഞത് അനുസരിക്കുന്നതിൽ പുറകോട്ട് പോയ, പിന്നോട്ട് പോയ ശൗലിനെ നാം കാണുകയാ. അതുകൊണ്ട് എന്തോ പറ്റിയെന്നറിയാമോ? അതാണ് 16-ാം അധ്യായം നാം ഇപ്പൊ വായിച്ചത്. 14-ാം വാക്യത്തിൽ യഹോവയുടെ ആത്മാവ് അവനെ വിട്ടു മാറി. അതെ, അഭിഷിക്തനായ പുതിയ ഹൃദയം ലഭിച്ച പ്രവാചകനായ ദൈവം അവനെ കൊണ്ട് ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യിപ്പിച്ച, ഇസ്രായേലിന് വേണ്ടി അനേക സ്വന്തം യുദ്ധങ്ങൾ ജയിച്ചു വന്ന അനുഗ്രഹിക്കപ്പെട്ട ശൗൽ അനുസരണക്കേടിൽ അവന്റെ പാപം നിമിത്തം ദൈവം അവനെ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, പ്ലസ് പരിശുദ്ധാത്മാവ്, യഹോവയുടെ ആത്മാവ് അവനെ വിട്ടുമാറി എന്ന ഒരു ദുഃഖ സത്യം കൂടി നാം ഇവിടെ വായിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണമേ, ഒന്ന് ശ്രദ്ധിക്കണമേ. ദൈവത്തിന് അശുദ്ധി ഇഷ്ടമല്ല. നാം അത് കണ്ടു. 2, ഞാൻ ഇങ്ങനെ പറഞ്ഞു വെക്കട്ടെ, പരിശുദ്ധാത്മാവിനും സ്വതം അശുദ്ധി ഉള്ളിടത്ത് സ്വതം നിൽക്കാൻ പറ്റുകയില്ല. വളരെ ഭയത്തോടെയാണ് ഞാൻ ഈ വചനങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നത്. ദൈവമക്കളെ, ഉത്തരാധുനിക കാലഘട്ടത്തിലെ ദൈവ സഭ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത്, നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് ഒന്നും കൂടി പരിശോധിച്ച് നോക്കാൻ ഒരവസരം കൂടി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുക. സ്തോത്രം. ഒരിക്കൽ കൂടി കർത്താവിന്റെ വരവിന് മുമ്പ് നമ്മെ ഒന്നും കൂടി കാണുവാൻ തിരുവചനമാകുന്ന കണ്ണാടി സ്തോത്രം, കണ്ണാടിയിലൂടെ നമുക്ക് നമ്മെ നോക്കുവാൻ ദൈവം ഒരവസരം നൽകുന്നു. നോക്കണമേ, ദൈവത്തിന് അശുദ്ധിയോട് അടുക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനും അശുദ്ധിയോട് അടുത്തു വരാൻ പറ്റുകയില്ലെന്ന് വചനം വ്യക്തമായി ചൂണ്ടിക്കാണിക്കുക. 3, ഞാൻ യേശുവിനെ കുറിച്ചും കൂടി പറഞ്ഞു പോകട്ടെ. മത്തായി സുവിശേഷം 14-ാം അധ്യായം 13-ാം വാക്യത്തിലെ ഒരു പ്രയോഗം എന്നെ ഭയപ്പെടുത്തിയ ഒരു പ്രയോഗമാണ് ഞാൻ അവിടെ വായിച്ചു കേൾപ്പിക്കാം. Gospel of Matthew chapter 14 verse 13, 14-13 ഇങ്ങനെ വായിക്കുന്നു. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, അത് കേട്ടിട്ട്. എന്താ യേശു കേട്ടത്? അതിന്റെ മുകളിലത്തെ ഒരു പാരഗ്രാഫ് വായിച്ചാൽ അതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും.
1-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ പറഞ്ഞു വരുന്നത്, ആമേൻ സ്തോത്രം, യോഹന്നാൻ സ്നാപകനും ഹെരോദാവിനെയും കൂടി ചേർത്തുള്ള ഒരു സംഭവമാണ് പറഞ്ഞു വരുന്നത്. ഹെരോദാവ് ആമേൻ ദൈവ വചനം വിട്ടുള്ള ഒരു ജീവിത ശൈലി തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ അത് കൃത്യമായി വിരൽ ചൂണ്ടി പറഞ്ഞു, ആമേൻ സ്തോത്രം, നീ ചെയ്യുന്നത് വിഹിതമല്ലെന്ന് പറഞ്ഞു. സത്യാലോചന വിളിച്ചു പറഞ്ഞ യോഹന്നാനെ ആമേൻ സ്തോത്രം പിടിച്ച് ഹെരോദാവ് ജയിലാക്കിയിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പാരഗ്രാഫിൽ നാം കാണുന്നത് ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ആ ബർത്ത്ഡേ സെലിബ്രേഷനിൽ ആമേൻ സ്തോത്രം ഹെരോദാവിന്റെ സ്റ്റെപ്പ് ഡോട്ടർ, ഹെരോദിയുടെ മകൾ വന്ന് നൃത്തം ചെയ്യുന്നു. എല്ലാവരെയും സന്തോഷിപ്പിച്ചു. ഹെരോദാവിനും സന്തോഷമായി. നോക്കണമേ, മകളുടെ നൃത്തം കണ്ടിട്ട് ആമേൻ സ്തോത്രം ഇവിടെ ഹെരോദാവ് സന്തോഷിക്കുക. എന്നാൽ സന്തോഷത്തിന്റെ ആ പാരമ്യതയിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ മകളോട് ഒരു നല്ല പ്രോമിസ് പറയുന്നു, വാക്തത്വം പറയുന്നു, മോളെ, നിന്റെ നൃത്തം എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എന്ത് ചോദിച്ചാലും രാജ്യത്തിന്റെ പകുതിയാണെങ്കിലും ഞാൻ തരാം. സാധാരണ നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവര് പറയും ഒരു കിറ്റ്കാറ്റ് മേടിച്ച് തരണമെന്നായിരിക്കും ചിലപ്പം ഈ ഹെരോദാവ് വിചാരിച്ചത്. അങ്ങനെ വല്ലതും ആയിരിക്കും ഇവള് പറഞ്ഞത്. അല്ല, ഇപ്പോഴത്തെ പിള്ളേർ പറഞ്ഞ പോലെ ഒരു പിസ്സ ഇങ്ങനെ തന്നേരെ എന്നായിരിക്കും പറഞ്ഞത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഹൈ റേഞ്ചിലുള്ള ഒരു കൊച്ചാണെങ്കിൽ പറയും ഒരു ബെൻസ് കാറോ ഒരു BMW, ഇതൊക്കെ ആയിരിക്കും ഹെരോദാവ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ കുഞ്ഞു വന്നിട്ട് പറഞ്ഞത്, അമ്മയോട് ആലോചിച്ചിട്ട് വന്നിട്ട് പറഞ്ഞത്, യോഹന്നാന്റെ പ്രവാചകനായ ദൈവദാസനായ യോഹന്നാന്റെ തലയാ ചോദിച്ചത്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ആമേൻ വഷളായി പോയിട്ടുള്ള ഒരു മാനസിക സ്ഥിതിയിലേക്ക് അവിടെ ഈ മകളാണോ മകളുടെ അമ്മയാണോ സാഹചര്യം എല്ലാം അറിയാലോ വന്നെത്തിയിരിക്കുക. നോക്കണം, പാപം അതിന്റെ പാരമ്യതയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ദുഷ്ടത അതിന്റെ ക്ലൈമാക്സിലേക്ക് കടന്നു വന്നിരിക്കുക. അതെ, വാക്കുമാറാൻ പറ്റുകയില്ലല്ലോ. ഹെരോദാവ് യോഹന്നാനെ ആമേൻ കൊല്ലുവാൻ കൽപ്പന കൊടുക്കുന്നു. അതെ, യോഹന്നാൻ വധിക്കപ്പെടുകയാ. ഇതാണ് 1-ാമത്തെ പാരഗ്രാഫിൽ കാണുന്നത്. ആ യോഹന്നാൻ സ്നാപകന്റെ മരണ വാർത്ത യേശു കേട്ടു. അതാണ് 13-ാം വാക്യം. അത് കേട്ടിട്ട് he left the place. യേശു അവിടെ നിന്ന് വേറിട്ട് പോയി. എന്താ യേശു വേർവിട്ട് പോയത്? ആമേൻ, എന്തുകൊണ്ടാണ് യേശു അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയത്, സ്ഥലം വിട്ടുപോയത്? അതെ, പാപത്തിന്റെ അമിതമായ പ്രസരിപ്പ്. എനിക്ക് അത്ര മാത്രമേ ഇപ്പൊ പറയാൻ സാവകാശമുള്ളൂ. അതെ, ഒരു കാര്യം പറയട്ടെ, പിതാവാം ദൈവത്തിന് അശുദ്ധിയോടുള്ള മനോഭാവം, പ്രതികരണം നാം കണ്ടു. പരിശുദ്ധാത്മാവാം ദൈവത്തിന് അശുദ്ധിയോടുള്ള മനോഭാവം നാം കണ്ടു. പുത്രനാം തമ്പുരാൻ കർത്താവിന് അശുദ്ധിയോടുള്ള ആ മനോഭാവം കണ്ടോ, ആറ്റിറ്റ്യൂഡ് കണ്ടോ? അതെ, കർത്താവിനും നിൽക്കാൻ പറ്റുകയില്ല. ഈ സത്യം നാം മനസ്സിലാക്കണം. നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന ആമേൻ ത്രിയേക ദൈവത്തിന് ആമേൻ അശുദ്ധിയോടുള്ള ആമേൻ പ്രതികരണം കണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ ഈ പ്രഭാതത്തിൽ ഇങ്ങനെ പറയട്ടെ, സിൻ ഈസ് ഡേഞ്ചറസ്. പാപം ഭയങ്കര അപകടമുള്ള കാര്യമാണ്. നമുക്ക് പാപത്തോട് വിനോദിപ്പാൻ അനുവാദമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ആമേൻ വിശുദ്ധിക്ക് വേണ്ടി കൊതിക്കുന്ന ദൈവമക്കളെ, വാക്യങ്ങൾ കുറിച്ചിട്ടുകൊള്ളുക. വിശദീകരിക്കാൻ ഉപദേശിയായി എനിക്ക് ആമേൻ സമയത്തിന് പോലും പരിമിതി ഉണ്ടല്ലോ. പക്ഷെ ഈ വാക്യങ്ങൾ ഭവനത്തിൽ ഇരുന്ന് ഇനിയും ആവർത്തിച്ച് ധ്യാനിക്കണം. കാര്യം വളരെ ഗൗരവമായിട്ടുള്ള ചില വചനങ്ങൾ പരിശുദ്ധാത്മാവ് ഈ 2026 തുടക്ക നിമിഷത്തിൽ തന്നെ
നമ്മളോട് ആമേൻ സ്വതം സംസാരിക്കുന്നു, അല്ലെങ്കിൽ കർത്താവ് കൈമാറുകയാ. അതിനോ ആമേൻ സ്വരം പരിശുദ്ധാത്മാവ് ദൈവസഭ ഒരുക്കൊണ്ടിരിക്കുകയാണല്ലോ. ആമേൻ സ്വരം ദൈവസഭയുടെ ഭാഗമായ നമ്മയും പരിശുദ്ധാത്മാവ് ഒരുക്കുകയാ. പലരും ചോദിക്കുന്നു, പാസ്റ്റർ എനിക്ക് അത് ചെയ്യാമോ, ഇത് ചെയ്യാമോ, അങ്ങനെ പോകാമോ, ഇങ്ങനെ പോകാമോ? അതെ, ആമേൻ ദൈവജനം പോലും ആശയക്കുഴപ്പത്തിൽ വന്നെത്തിയിരിക്കുന്ന ഒരു അപകടകരമായിട്ടുള്ള കാലയളവിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാൻ, ദൈവത്തിന്റെ വചനം പഠിപ്പാൻ ഒന്നും കൂടി പ്രോത്സാഹിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ താക്കോൽ വാക്യം മറന്നു പോകല്ലേ. വെളിപ്പാട് പുസ്തകം 22:11 ഇങ്ങനെ വായിക്കുന്നു, വിശുദ്ധൻ തന്നെ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. ആ പദം കണ്ടോ? ആമേൻ. നാം വിശുദ്ധരാണ്. പുതിയ നിയമത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു പദവി തന്നെയാണ് ആമേൻ സ്വരം വിശുദ്ധൻ എന്ന പദവി. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പേര് തന്നെ വിശുദ്ധൻ എന്നാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആണല്ലോ. സ്തോത്രം. കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാർ, റോമയിലുള്ള വിശുദ്ധന്മാർ, എഫെസോസിലുള്ള വിശുദ്ധന്മാർ. അപ്പോൾ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു പര്യായപദം തന്നെയാണ്. ഏകദേശം 21ഓളം പദങ്ങളുണ്ട്. അതിലൊരു പര്യായപദമാണ് വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ആമേൻ നമ്മളുടെ ഒരു മറുപേരാണ്. ചിലർ പഠിപ്പിക്കുന്നു ഒരു വ്യക്തി മരിച്ച് ചില വർഷങ്ങൾ കഴിയുമ്പോഴാണ് വിശുദ്ധരായി തീരുന്നത്. അത് പുതിയ നിയമത്തിന്റെ ഉപദേശമല്ല, അതൊരു വേറൊരു ഉപദേശമാണ്. ചിലർ ഉപദേശിമാരെ മാത്രമേ വിശുദ്ധന്മാരെന്ന് പറയുന്നുള്ളൂ. അങ്ങനെ ഒരു കൂട്ടരുണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ പുതിയ നിയമ ദൈവശാസ്ത്രം അനുസരിച്ച് ആമേൻ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട, അതാണ് കറക്റ്റ് പദം, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരെ പുതിയ നിയമം വിളിക്കുന്ന പേര് വിശുദ്ധന്മാരെന്ന. ആ വിശുദ്ധന്മാർ നോക്കൂ, വെളിപ്പാട് പുസ്തകം 22:15 പറഞ്ഞിരിക്കുന്നു, വിശുദ്ധൻ നമ്മൾ ഇനിയും നമ്മെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു പടി പോലും താഴോട്ട് പോകുവാൻ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അനുവദിക്കുന്നില്ല. ശ്രദ്ധിക്കണമേ. ആമേൻ സ്വതം 1 പത്രോസ് 1:16 ഒന്നും കൂടി ഉദ്ധരിക്കുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിന് വിശുദ്ധിയെ കുറിച്ചുള്ള ആ കൺസേൺ അല്ലെങ്കിൽ അശുദ്ധിയോടുള്ള പ്രതികരണവും നാം ഇപ്പോൾ 3 വാക്യങ്ങളോടെ കണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഈ പ്രധാനപ്പെട്ട വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കത്തക്ക നിലയിൽ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുക. സമയം ഓടിപ്പോകുന്നു. ആമേൻ സ്വതം. ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം അത് ഒന്ന് ഇത്തിരി കറണ്ട് മാറ്റി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു 7 വാക്യങ്ങളെങ്കിലും ഇന്ന് പങ്കുവെക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ മീറ്റിംഗ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആമേൻ സ്വത്രം. 7 വാക്യം പറയുവാൻ പറ്റുമോന്ന് അറിയത്തില്ല, എങ്കിലും 2-3 വാക്യങ്ങളെങ്കിലും പറയാൻ ശ്രമിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഇന്ന് ആദ്യമായി വിശുദ്ധിയുടെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിപ്പാൻ ഒരു സ്ഥലം ചൂണ്ടിക്കാണിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ലെറ്റ് മീ ടോക്ക് ടു യു അബൌട്ട് എ പ്ലേസ്. ഞാൻ ഒരു സ്ഥലത്തെ കുറിച്ച് പറയാൻ താല്പര്യപ്പെടുകയാണ്. ആവർത്തന പുസ്തകം 29-ാം അധ്യായം 22-23 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ സോദോമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്.
സോതോമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആമേൻ. ഇതൊരു ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് വേസ്റ്റ് ലാൻഡ് ആയി തീർന്നെന്ന, പാഴ്ഭൂമി ആയി തീർന്നെന്ന. ഞാൻ വാക്യം എടുത്തു വായിക്കുന്നില്ല, വെച്ചു. ആമേൻ. ഒന്ന് പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ആവർത്തന പുസ്തകം 29, 22, 23 വാക്യങ്ങളിൽ ആമേൻ സോതോമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്. ആമേൻ. ഭാവി കാലത്ത് അനേകർ ഇവിടെ വന്നിട്ട് ഇതെങ്ങനെ ഇത് സംഭവിച്ചു, ഈ സ്ഥലത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എങ്ങനെ ഈ ഭൂമി ഹൗ ഇറ്റ് ഹാസ് ബിക്കം ദ വേസ്റ്റ് ലാൻഡ്, എങ്ങനെ ഈ ഭൂമി പാഴ്ഭൂമിയായി പോയി എന്ന് ചോദിക്കുമെന്ന് പണ്ട് ആമേൻ മോശയിലൂടെ പ്രവചനാത്മാവിൽ ആമേൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗമാണ് നാം വായിക്കുന്നത്. അപ്പം സോതോമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആമേൻ ആ പ്രയോഗം നമ്മുടെ മനസ്സിലൊന്നിരിക്കട്ടെ. ഇതിനോട് ചേർന്നാണ് ഉൽപ്പത്തി പുസ്തകം 13:10 സോതോമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം കൂടി നാം വായിച്ചു നോക്കേണ്ടത്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 13:10 വായിക്കുന്ന ഇപ്രകാരമാണ്. സോതോം പണ്ട് ദൈവത്തിന്റെ തോട്ടം പോലെ ഇരുന്നു എന്നാണ് വായിക്കുന്നത്. ശ്രദ്ധിക്കണമേ ആ പ്രയോഗം. അപ്പൊ ദൈവത്തിന്റെ തോട്ടം പോലെ ഇരുന്നെന്ന് പറഞ്ഞാൽ ഫലപുഷ്ടിയായിട്ടുള്ള ആമേൻ നല്ല സമൃദ്ധിയുള്ള ഒരു സ്ഥലമായിരുന്നു ആമേൻ ഈ സോതോം എന്നാണ് ഉൽപ്പത്തി 13:10 പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ലോത്ത് അത് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് പോയി സെറ്റിൽഡ് ആകാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞ PR ആകാൻ വേണ്ടി ശ്രമിച്ചത്. എന്നാൽ ആമേൻ ഈ ഇത്രയും മനോഹരമായ പട്ടണം ആവർത്തനം 29, 22 വാക്യങ്ങളിൽ 23 വാക്യങ്ങളിൽ എങ്ങനെ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം, സമൃദ്ധിയുള്ള സ്ഥലം പാഴ്ഭൂമിയായി പോയി? അതിന്റെ കാരണം നമുക്കറിയാമല്ലോ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായമൊക്കെ വായിച്ചു നോക്കുന്നവർക്കറിയാം. ആമേൻ. ദൈവം ഈ സോതോമിന്റെയും ഗോമേറയുടെയും ആമേൻ അവിടെയുള്ള നിവാസികളുടെ പാപം നിമിത്തം ദൈവം ന്യായം വിധിച്ചു. ആമേൻ. ദൈവത്തിങ്കൽ നിന്ന് തീയും അല്ലെങ്കിൽ തീ കലർന്നിട്ടുള്ള ആമേൻ എന്തുവാണ് കൽമഴ ആമേൻ വന്ന് ഈ ആമേൻ സോതോം കത്തിച്ചാമ്പലായി. അത് പിന്നീട് ആമേൻ ആവർത്തന പുസ്തകത്തിൽ വായിക്കുമ്പോൾ അത് ആമേൻ പാഴ്ഭൂമിയായി തീർന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ലഭിച്ചു വരുന്നു ഞാൻ ചിന്തിക്കുന്നു. നോക്കണമേ, അനുഗ്രഹിക്കപ്പെട്ട ഭംഗിയുള്ള സമൃദ്ധിയുള്ള ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്, സോതോം. പക്ഷേ അത് പിന്നീട് ദൈവം ന്യായം വിധിച്ചപ്പോൾ അത് പാഴ്ഭൂമിയായി തീർന്നു. ഇറ്റ് ഹാസ് ബിക്കം ജസ്റ്റ് ലൈക്ക് വേസ്റ്റ് ലാൻഡ്. ഒരു ഉപയോഗമില്ലാത്ത ഒരു വേസ്റ്റ് ലാൻഡായി തീർന്നു. ഒരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. ദൂത് അവിടുന്ന് നമ്മുടെ മനസ്സിലോട്ട് കരുതി വെക്കാൻ വേണ്ടി പരിശുദ്ധാത്മാ കൈമാറുന്നത് ഇതാണ്. ശ്രദ്ധിക്കണമേ, പാപം നമ്മളുടെ ഭംഗിയെയും സമൃദ്ധിയെയും ആമേൻ ഫലപുഷ്ടിയെയും എടുത്തു മാറ്റുന്നു. ശ്രദ്ധിക്കണമേ, ആമേൻ ദൈവത്തിന്റെ ആമേൻ തോട്ടം പോലിരുന്ന സോതോമിനെ ആവർത്തന പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഒരു പാഴ്ഭൂമിയായി തീരത്തക്ക വണ്ണം എത്തിച്ചേർന്നതിന്റെ പിന്നിലെ കാരണം ഒറ്റൊരു കാരണമാണ്, ദ സിൻ. പാപം. പാപം പാപം നമ്മുടെ നന്മയെ നഷ്ടപ്പെടുത്തുന്നു. പാപം നമ്മുടെ സമൃദ്ധിയെ നഷ്ടപ്പെടുത്തുന്നു. പാപം നമ്മുടെ ഭംഗിയെ നഷ്ടപ്പെടുത്തുന്നു. പാപം നമ്മുടെ ഫലപുഷ്ടിയെ ഊറ്റിക്കൊണ്ടുപോകുന്നു. മറന്നുപോകല്ലേ, ഞാൻ ഒരു സ്ഥലത്തെയാണല്ലോ ചൂണ്ടിക്കാണിച്ചത്. ആ സ്ഥലം ആമേൻ സോതോം എന്ന സ്ഥലം തന്നെ നമുക്ക് പ്രഭാതത്തിൽ ഒരു ദൂത് നൽകുന്നു. ആമേൻ പാപം അപകടമാണ്. Sin is dangerous. പലരും പാപത്തെ കുറിച്ച് വളരെ സോഫ്റ്റ് ആയിട്ടാ സംസാരിക്കുന്നത്. ഒരു ചെറിയ ഒരു ആമേൻ ഉപയോഗിച്ച ഒരു ചെറിയ ബൈബിളിൽ
ദൈവത്തിന്റെ വീക്ഷണത്തിൽ പാപം വളരെ ഗുണമായിട്ടുള്ള കാര്യമാണ്. പാപം അപകടമാണ്. പാപത്തെ നമ്മുടെ വീട്ടിൽ കാണാൻ പാടില്ല. പാപത്തെ നമ്മളോട് അടുത്തു വരാൻ സമ്മതിക്കാൻ പാടില്ല. രണ്ടാമതായി, സമയം ഓടിപ്പോകുന്നത് കൊണ്ട് ഞാൻ രണ്ടാമതായി ഒരു ഗോത്രത്തെ ചൂണ്ടിക്കാണിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ വാസ് ടോക്കിംഗ് ടു യു അബൌട്ട് എ പ്ലേസ്. ഞാൻ ഒരു സ്ഥലത്തെ കുറിച്ച് സംസാരിച്ചു. നൗ ലെറ്റ് മീ ടോക്ക് ടു യു അബൌട്ട് എ ട്രൈബ്. ഒരു ഗോത്രത്തെ കുറിച്ച് ഞാൻ സംസാരിക്കട്ടെ. ഒരു ഗോത്രത്തെ ഞാൻ പരിചയപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 3-4 വാക്യങ്ങൾ കുറിച്ചിട്ടുകൊള്ളുക. സ്വതം ആ വാക്യം വായിക്കണം. എനിക്കിവിടെ ലൈറ്റ് പോലും വാക്യം വായിക്കാനില്ല. എങ്കിലും മനസ്സിൽ നിന്ന് ആ വാക്യത്തിനകത്തുള്ള ഉള്ളടക്കം ഞാൻ പറഞ്ഞു പോകാം. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, രൂബേനേ നീ ശ്രേഷ്ഠനാകയില്ല. 4-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് കാണുകയാണ്. ആരാ ഇവിടെ പ്രവചിക്കുന്നറിയോ? യാക്കോബ് പ്രവചിക്കുക. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ യാക്കോബിനെ പ്രവാചകനായി കാണുന്നുണ്ട്. യാക്കോബ് 12 മക്കളെ നോക്കിയിട്ടും ആലോചന വിളിച്ചു പറയുന്നതാണ് 49 അധ്യായത്തിന്റെ ഉള്ളടക്കം. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ 4-ാം വാക്യത്തിൽ രൂബേനെ കുറിച്ച് പറയുകയാണ്, രൂബേനേ നീ ശ്രേഷ്ഠനാകയില്ല. അങ്ങനെ ദൂത് കേൾക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമില്ലല്ലോ. നമ്മളുടെ ആഗ്രഹം എന്താണ്? നമ്മളെ നോക്കിയിട്ട് ദൈവം പറയണം, നീ ശ്രേഷ്ഠനാകും, നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇതാണല്ലോ നമ്മുടെ ഇഷ്ടം. പക്ഷേ യാക്കോബ് പറഞ്ഞ ദൂത് നേരെ തിരിച്ചായിരുന്നു, നീ ശ്രേഷ്ഠനാകയില്ല. ഇവിടെ ചോദ്യം വരുന്നു, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് യാക്കോബിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്? സത്യത്തിൽ രൂബേൻ അല്ലേ ശ്രേഷ്ഠനായി തീരേണ്ടത്? രൂബേൻ അല്ലേ അനുഗ്രഹിക്കപ്പെടേണ്ടത്? പഴയ നിയമത്തിൽ ആദ്യ ജാതന് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ദൈവദാസന്മാരിലൂടെ. അവർക്കാണ് ഇരട്ടി പങ്ക്, അവർക്കാണ് രാജ്യത്വം, അവർക്കാണ് കുടുംബത്തിന്റെ മേൽനോട്ടം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. അങ്ങനെയെങ്കിൽ 12 മക്കളിൽ നിന്ന് യാക്കോബിന് 1-ാമത്തെ മകൻ രൂബേനല്ലേ ഇരട്ടി പങ്ക് ലഭിക്കേണ്ടത്, ഇരട്ടി നന്മ ലഭിക്കേണ്ടത്, ഇരട്ടി വാഗ്ദത്തം പോലും വിളിച്ചു പറയേണ്ടത്? പക്ഷേ യാക്കോബിന് അങ്ങനെ പറയാൻ സാധിച്ചില്ല. മറിച്ച് നേരെ തിരിച്ച് ശാപവാക്കുപോലെ ദൂത് യാക്കോബ് വിളിച്ചു പറയാണ്, രൂബേനേ നീ ശ്രേഷ്ഠനാകയില്ല. വെള്ളം പോലെ തുളുമ്പുന്നവനേ. പദങ്ങളെല്ലാം കണ്ടോ? ഭയപ്പെടുത്തുന്ന പദങ്ങളാണ് നാം അവിടെ വായിക്കുന്നത്. അപ്പോൾ ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെ യാക്കോബിലൂടെ രൂബേനിലേക്ക് വന്നത്? അതിന്റെ കാരണം നമുക്കറിയാം. സ്തോത്രം. ചില പേജുകളൊന്നും മറിച്ച് പുറകോട്ട് പോകുമ്പോൾ രൂബേൻ ജീവിതത്തിൽ വന്ന വീഴ്ച നാം കാണുന്നുണ്ട്. ഈ വായിച്ച ഭാഗത്തും വായിക്കുന്നുണ്ട്, കിടക്ക മലിനമാക്കിയവൻ, അപ്പന്റെ കിടക്ക മലിനമാക്കിയവൻ എന്ന പ്രയോഗം ഇവിടെയും കാണുന്നുണ്ടല്ലോ. ഈ പാവം എന്താന്ന് ഞാനിപ്പോ വിളിച്ചു പറയുന്നില്ല. വചനം പരിജ്ഞാനമുള്ള ദൈവമക്കളാണ് മീറ്റിംഗ് പങ്കെടുക്കുന്നതെന്ന് സ്വരം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതും കൂടി എടുത്തു പറയുന്നില്ല. പറയട്ടെ, രൂബേന്റെ ജീവിതത്തിൽ വന്ന വീഴ്ച, രൂബേന്റെ ജീവിതത്തിൽ വന്ന പരാജയം തന്റെ നന്മയെല്ലാം നഷ്ടപ്പെടുന്നതിന് കാരണമായി തീർന്നേ. നോക്കണമേ, രൂബേൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം മാനിച്ച്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ രൂബേൻ ഗോത്രമായിരുന്നു അർത്ഥാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടേണ്ടത്. എന്നാൽ അത് മാറിപ്പോയി. അനുഗ്രഹം മാറിപ്പോയത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വതം ജോസഫിന്റെ ഗോത്രത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞു വരുമ്പോൾ ജോസഫിനെ ഒരു ഗോത്രമായിട്ടും ജോസഫിന്റെ മകൻ മനശ്ശെ ഒരു ഗോത്രമായിട്ടും പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ജോസഫിന് എഫ്രൈം, മനശ്ശ 2 മക്കൾ ഉണ്ട്.
അപ്പൊ 2 ഗോത്രങ്ങളുടെ പേരുകൾ അർത്ഥാൽ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ കാണുന്നുമുണ്ട്. ജോസഫിന്റെ പേര്, അതായത് എഫ്രൈമിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജോസഫിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് മനുഷ്യരുടെ പേരുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇരട്ടി പങ്ക് വെളിപ്പാട് പുസ്തകം 7-ന്റെ വെളിച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിരിക്കുന്നത് ജോസഫിലേക്കാണ്, ജോസഫിന്റെ ഗോത്രത്തിലേക്കാണ്. സത്യത്തിൽ മനുഷ്യ ഗോത്രമായിട്ട് പോലും പറയാൻ പറ്റുകയില്ല. കാരണം മനുഷ്യ യാക്കോബിന്റെ മകനല്ലല്ലോ, യാക്കോബിന്റെ കൊച്ചുമകനാണല്ലോ. പക്ഷേ മനുഷ്യയെ പോലും, ഈവൻ എഫ്രൈമിനെ പോലും ഗോത്രമായിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അത് സംഭവിച്ചു? ഇത്രേ ഉള്ളൂ. ആമേൻ. പാപത്തിൽ വീണുപോയ രൂപേന് ലഭിക്കേണ്ട പല നന്മകളും പാപത്തിനു മുമ്പിൽ തോറ്റുപോകാത്ത ജോസഫിന്റെ കുടുംബത്തിലേക്ക് ദൈവം അയച്ചെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ദൈവത്തിനു വേണ്ടി നിന്നാൽ, ദൈവിക പ്രമാണത്തിനു വേണ്ടി നിന്നാൽ ലഭിക്കേണ്ട നന്മയുടെ ഇരട്ടി പങ്ക്, അതാ ആ പദം ഞാൻ ഉപയോഗിക്കട്ടെ, ഇരട്ടി പങ്ക് നമ്മിലേക്ക് കടന്നു വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ആമേൻ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവരെ, വചനത്തിന് വേണ്ടി നിൽക്കുന്നവരെ, കർത്താവിനെ സ്നേഹിക്കുന്നവരെ, അങ്ങനെ ഞാൻ പറഞ്ഞു നോക്കട്ടെ, കർത്താവിനെ സ്നേഹിക്കുന്നവരെ, വചനത്തെ സ്നേഹിക്കുന്നവരെ, വിശുദ്ധിയെ സ്നേഹിക്കുന്നവരെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കും. അതെ, ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഞാൻ ഒരു സ്ഥലത്തെ ചൂണ്ടിക്കാണിച്ചു. 2, ഞാൻ ഒരു ഗോത്രത്തെ ചൂണ്ടിക്കാണിച്ചു. 2 ഭാഗത്തുനിന്നും ഒരേ ദൂതാണ് പരിശുദ്ധാത്മാവ് വചനം പഠിക്കുന്ന, വചനം ധ്യാനിക്കുന്ന നമുക്ക് പ്രഭാതി നൽകുന്നത്. ആമേൻ. വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് ദാഹിക്കാം. അശുദ്ധിയായിട്ട് ഒരു ബന്ധവും വേണ്ട, ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട. കുഞ്ഞുങ്ങൾ ആരെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, യുവാക്കൾ ആരെങ്കിലും വചനം കേൾക്കുന്നെങ്കിൽ, ഒന്നും കൂടി ഞാൻ ആവർത്തി പറട്ടെ, സിൻ ഈസ് ഡേഞ്ചറസ്. പാപം അപകടമാണ്. ഡു നോട്ട് പ്ലേ വിത്ത് സിൻ. പാപത്തോട് നിങ്ങൾ വിനോദിക്കാൻ പോകരുത്. കുഞ്ഞെ, നിന്റെ നന്മയെല്ലാം നഷ്ടപ്പെടുത്തും. നമ്മുടെ നന്മയെല്ലാം നഷ്ടപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ മൂന്നാമതായി, ആമേൻ, സമയം അല്പം കൂടി മുൻപോട്ട് പോകുമോ എന്നറിയത്തില്ല. ബെൻസം പാസ് അനുസരിച്ചാണെങ്കിൽ ഇനി 9 മിനിറ്റ് കൂടി ഉണ്ട്. സ്തോത്രം. ഒരു കോൾ വന്നു. ഒരു സ്ഥലത്തെ കുറിച്ചായിരുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഒരു ഗോത്രത്തെ കുറിച്ച്. ഇനി മൂന്നാമത് ഞാൻ ഒരു മനുഷ്യനെ കുറിച്ച് സംസാരിക്കട്ടെ. ലെറ്റ് മീ ടോക്ക് ടു യു അബൌട്ട് എ മാൻ. ഐ വാസ് ടോക്കിംഗ് ടു യു അബൌട്ട് എ പ്ലേസ്. Then I could share a couple of words about a tribe. Now let me share a couple of words about a man. ഒരു മനുഷ്യനെ കുറിച്ച് ചില വാക്കുകൾ ഞാൻ പറയട്ടെ. അത് മറ്റാരുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആമേൻ ആദമിനെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. എല്ലാവർക്കും എന്റെ ശബ്ദം കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കാം. 23-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആദമിനെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ആ പദം കണ്ടോ? സ്തോത്രം. എന്താ ആദമിനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്? 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. ദൈവം ഓരോ ദിവസവും ആമേൻ വൈകുന്നേരമാകുമ്പം ആമേൻ ആദമിനെ കാണാനായിട്ട് തോട്ടത്തിലേക്ക് ഇറങ്ങി വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മ്യൂട്ട് മാറ്റി. വരുന്ന കുഞ്ഞിന്റെ ഡ്രൈവറായ കാര്യം. ആമേൻ. സ്വതം ഈ ആദമിന്
തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. കാരണം എന്താണ്? സ്തോത്രം. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ആദമിന്റെ ജീവിതത്തിൽ വന്ന പരാജയമാണ്. ദൈവത്തോടു കൂടെ നടന്ന ആമേൻ സ്തോത്രം, അല്ലെങ്കിൽ ദൈവം സ്ഥിരം സന്ദർശിച്ചു കൊണ്ടിരുന്ന ആദമിന്റെ കുടുംബം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു ദുഃഖ സത്യമല്ലേ? ഒരു ദുഃഖ വാർത്തയല്ലേ? ഒന്ന് മനസ്സിലാക്കണമേ, ആമേൻ സ്തോത്രം, നമ്മളുടെ പാപങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്ന കാര്യം കൂടി മറന്നു പോകല്ലേ. ഒന്നും കൂടി ഞാൻ പറഞ്ഞു വന്ന വാക്കുകൾ. ആമേൻ. ഞാൻ ഒരു സ്ഥലത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞത് ഇപ്രകാരമാണ്: പാപം നമ്മുടെ നന്മകളെ നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ ഭംഗിയെ നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ ഫലപുഷ്ടിയെ നഷ്ടപ്പെടുത്തുന്നു. രണ്ടാമത് നമ്മള് ആമേൻ കണ്ടത് ആമേൻ ഗോത്രത്തെ കുറിച്ചാണ്, രൂബേൻ ഗോത്രത്തെ കുറിച്ച്. അവിടെ നിന്ന് ഒരു കാര്യം നാം മനസ്സിലാക്കി, ലഭിക്കേണ്ട ഒരുപാട് നന്മകൾ നമുക്ക് നഷ്ടമുണ്ടാകുന്നു. മൂന്നാമത്തെ കാര്യം ആമേൻ സ്തോത്രം, ആദമിൽ നിന്ന് കണ്ടത് പാപം തന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നു, നന്മ നഷ്ടപ്പെടുത്തുന്നു, അനുഗ്രഹം നഷ്ടപ്പെടുന്നു, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തുന്നു. സ്തോത്രം. എനിക്ക് തോന്നുന്നു ഒരു വാക്യം കൂടി പറഞ്ഞിട്ട് സന്ദേശം നിർത്തിയ കാര്യം ബെൻസം പാസ്റ്റർ പറഞ്ഞ സമയമായി. ഞാൻ ആ വാക്യം ചൂണ്ടിക്കാണിക്കട്ടെ. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ആമേൻ സ്തോത്രം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ആമേൻ സ്വരം 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ആമേൻ സ്വരം ഇങ്ങനെയാണ് വായിക്കുന്നത്: ചില പാപങ്ങൾ, ചില കാര്യങ്ങൾ ആമേൻ വിട്ടുകളയുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വാക്യം 21 പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന് ഉപയോഗമുള്ള മാനപാത്രമായി തീരുമെന്ന്. 2:21 മാനപാത്രമായി തീരുമെന്ന്. എന്താ ഇവിടെ പറഞ്ഞു വരുന്നത്? ആമേൻ ചില കാര്യങ്ങൾ ആമേൻ ചൂണ്ടിക്കാണിച്ചിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, അതെല്ലാം വിട്ടുകളയുക, അതെല്ലാം വിട്ടുകളഞ്ഞാൽ നീ എന്തായി തീരും? ആമേൻ ദൈവത്തിന് ഉപയോഗമുള്ള മാനപാത്രമായി തീരുമെന്ന്. അപ്പം ദൈവത്തിന് നമ്മെ ഉപയോഗിക്കണമെങ്കിൽ പോലും ആമേൻ സദം അശുദ്ധി പറ്റുകയില്ല എന്നീ വാക്യം പറയുക. ഞാന് പ്രശസ്തനായ FB മേയറുടെ ഒരു വാചകം കൂടി പറഞ്ഞുകൊണ്ട് ആമേൻ വാക്കുകളെ ചുരുക്കാം. ഫേമസ് റൈറ്ററാണ് FB മേയർ. അദ്ദേഹം പറഞ്ഞ പ്രകാരമാണ്: എ ലീക്കിംഗ് പെൻ cannot be used for writing. ലീക്കായിട്ടുള്ള പേന നമ്മൾ എഴുതാൻ ഉപയോഗിക്കത്തില്ലല്ലോ. അതുപോലെയാണ് ആമേൻ ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ ലീക്കിംഗ് പെൻ പോലിരുന്നാൽ ദൈവത്തിന് നമ്മെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഇതൊക്കെ വിട്ടകന്നാൽ നീ ദൈവത്തിന് ഉപയോഗമുള്ള മാനപാത്രമായി തീരുമെന്ന് പറഞ്ഞേക്കുന്നതിന്റെ കാരണം അതാണ്. മറന്നുപോകല്ലേ. ആമേൻ. അശുദ്ധിയായിട്ട് ഒരു ബന്ധവും വേണ്ട. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി വചനം പറഞ്ഞപ്പം ഒത്തിരി തടസ്സങ്ങളൊക്കെ വന്നു. പക്ഷെ എങ്കിലും ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെ തങ്ങി നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാ നമ്മോട് സംസാരിക്കട്ടെ. കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു, ദൈവം വിശുദ്ധനാകിയാൽ നാമും വിശുദ്ധരായിരിക്കണം. അതേ, വിശുദ്ധിയിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുക. ആമേൻ. സ്തോത്രം. ബോധവും ഒരു സ്ഥലത്തെ ചൂണ്ടിക്കാണിച്ചു, രൂബേന്റെ ഗോത്രത്തെ ചൂണ്ടിക്കാണിച്ചു. ആമേൻ. ഒരു വ്യക്തി ആമേൻ ആദമിനെ ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ ഞാൻ ഒരു വാക്യം, വേഴ്സാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ദൈവമക്കളായ നമ്മൾ ഒരു താക്കീത് പോലെ, മുന്നറിയിപ്പ് പോലെ മനസ്സിൽ കരുതി വെക്കുക. പാപം അപകടകരമാണ്. അതായിട്ട് ഒരു ബന്ധം നമുക്ക് വേണ്ട. കർത്താവിന് വേണ്ടി നിൽക്കാം, വചനത്തിന് വേണ്ടി നിൽക്കാം, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാം. ദൈവം നമ്മെ മാനിക്കും, നമ്മുടെ തലമുറകളെ മാനിക്കും, നമ്മുടെ കുടുംബങ്ങളെ മാനിക്കും. നമ്മെ അനുഗ്രഹത്തിന്റെ ആമേൻ ഒരു ചാനലാക്കി ദൈവം തീർക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. God bless you. Thank you very much. താങ്ക് യു ജിജി പാസ്റ്ററെ. എല്ലാ തിരക്കിനിടയിലും പ്രാർത്ഥനയിലേക്ക് കടന്നു ഇന്ന് പകൽക്കാലം മെസ്സേജ് നൽകുവാൻ കർത്താവിന്റെ വിശുദ്ധദാസനെ ദൈവശക്തമായ വേർപാടയായാലും വിശുദ്ധിയോടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്, ആരോഗ്യം, ബലം, ശക്തി എല്ലാം ദൈവനാമ മഹത്വനായി വിശുദ്ധിയോടെ നിൽപ്പാൻ
കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ദൈവസ്നേഹം